നമസ്കാരം. കീം റാങ്ക് ലിസ്റ്റ് അടിമുടി മാറിയതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നെട്ടോട്ടമോടുകയാണ്. റാങ്ക് പട്ടിക മാറിമറിഞ്ഞതോടെ കണക്കുകൂട്ടലുകൾ ആകെത്തെറ്റി. കേരള സിലബസുകാരുടെ നഷ്ടം നികത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തമിഴ്നാട് മാതൃകയിലുള്ള പരീക്ഷണത്തിന് കേരളം മുതിർന്നത്. പക്ഷേ അതിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വന്നതോ വിദ്യാർത്ഥികൾക്കും. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? സംസ്ഥാന സർക്കാരിന് എവിടെയാണ് പിഴച്ചത്? ടോപ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. കീം പരീക്ഷാഫലത്തിൽ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന മന്ത്രി ആർ ബിന്ദു. മാധ്യമങ്ങൾ കോടതിയാകേണ്ടെന്നും മന്ത്രി. പ്രവേശന നടപടികൾ തുടങ്ങി. ഈ മാസം 16 വരെ അപേക്ഷ നൽകാം. ആദ്യ അലോട്ട്മെന്റ് പട്ടിക 18-ന്. കീമിൽ അടുത്ത വർഷം മാറ്റം വരുത്താൻ സർക്കാരിന് CPM നിർദ്ദേശം. കേരള സർവകലാശാലയിൽ ഫയൽ നീക്കം സ്തംഭിപ്പിച്ച് VC രജിസ്ട്രാർ പോര്. വിദ്യാർത്ഥികളുടെ പ്രവേശനവും സർട്ടിഫിക്കറ്റ് വിതരണവും തടസ്സപ്പെട്ടു. രജിസ്ട്രാർ സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിച്ചതിൽ VCക്ക് വിശദീകരണം നൽകി സുരക്ഷാ ഓഫീസർ. 2 ആഴ്ചയായി സർവകലാശാലയിൽ എത്താത്ത VCക്കെതിരെ പ്രതിഷേധിച്ച് SFI. BJPക്ക് പുതിയ സംസ്ഥാന ഭാരവാഹികൾ. ജനറൽ സെക്രട്ടറിമാരായി MT രമേശ്, ശോഭ സുരേന്ദ്രൻ, അനൂപ് ആന്റണി, S സുരേഷ് എന്നിവർ. ഷോൺ ജോർജും R ശ്രീലേഖ IPSും ഉൾപ്പെടെ 10 വൈസ് പ്രസിഡന്റുമാർ. ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ വിമർശനം. അച്ചടക്ക നടപടി വേണ്ടെന്ന നിലപാടിൽ ഹൈക്കമാൻഡ്. പരസ്യ പ്രസ്താവന വിലക്കി. അടിയന്തരാവസ്ഥ സംബന്ധിച്ച ലേഖനത്തെ അവഗണിക്കും. നടപടി വേണമെന്ന് സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ. നെഹ്റു കുടുംബത്തിനെതിരായ തരൂരിന്റെ ലേഖനം പ്രചരിപ്പിച്ച് BJP. മോദി സ്തുതി തുടർന്ന് തരൂർ. PSC റാങ്ക് ലിസ്റ്റ് നോക്കുകുത്തി. കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ സ്റ്റാഫ് നഴ്സ് നിയമനം ഏജൻസി വഴി. പ്രതിഷേധവുമായി കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ. ടോപ് 10 സ്പെഷ്യൽ. കാർഷിക ആവശ്യത്തിനുള്ള പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര പദ്ധതിയുടെ മറവിൽ വൻ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. നടത്തിപ്പ് ഏജൻസിയായ അനേർട്ട് ടെൻഡർ നൽകിയത് ചട്ടങ്ങൾ മറികടന്ന്. അനേർട്ട് CEO വിളിച്ച ടെൻഡറിൽ 100 കോടി രൂപയുടെ ക്രമക്കേടെന്ന ആരോപണം. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിക്കും അഴിമതിയിൽ പങ്കെന്ന് രമേശ് ചെന്നിത്തല. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമം തുടരുന്നു. ഹർജികളിലെ വിവരങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അറ്റോർണി ജനറലിന്റെ ഓഫീസിന് കൈമാറി. ഹർജിയിൽ തിങ്കളാഴ്ച വാദം കേൾക്കും. ഇന്ത്യക്കെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 1ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 387 റൺസിന് പുറത്ത്. ജോ റൂട്ടിന് സെഞ്ചുറി. ബുംറയ്ക്ക് 5 വിക്കറ്റ്. 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 2 വിക്കറ്റുകൾ നഷ്ടം. ISL അനിശ്ചിതകാലത്തേക്ക് മാറ്റി. തീരുമാനം സംപ്രേഷണ അവകാശത്തിലെ തർക്കത്തെ തുടർന്ന്. സ്കൂൾ സമയമാറ്റത്തിൽ മതസംഘടനകളുടെ ആവശ്യത്തെ പിന്തുണച്ച് മുസ്ലിം ലീഗ്. സമസ്തയുടെ സമരം ന്യായമെന്ന് ലീഗ്. വഴങ്ങില്ലെന്ന് സർക്കാർ. ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യം ചെയ്യാൻ കഴിയില്ലെന്ന നിലപാട് ആവർത്തിച്ച് മന്ത്രി B ശിവൻകുട്ടി. സ്റ്റോറി ഓഫ് ദ ഡേ. കോട്ടയ്ക്കും വേണം സംരക്ഷണം. വാർത്തകൾ വിശദമായി നോക്കാം. കീം റാങ്ക് ലിസ്റ്റിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന മന്ത്രി ആർ ബിന്ദു. കുട്ടികൾക്ക് തുല്യനീതി ഉറപ്പാക്കാനാണ് പുതിയ ഫോർമുല പ്രകാരം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. എക്സ്പെർട്ട് കമ്മിറ്റിയുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടാണ് ശാസ്ത്രീയമായ ഫോർമുല സ്വീകരിച്ചതെന്നും മന്ത്രി. കൂടുതൽ ചോദ്യങ്ങളോട് ക്ഷുഭിതയായ മന്ത്രി മാധ്യമങ്ങൾ കോടതിയാകേണ്ടെന്നും പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും തുല്യനീതി ലഭിക്കണമെന്ന ലക്ഷ്യമാണ് കീം റാങ്ക് പട്ടികയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. കഴിഞ്ഞ തവണ കേരള സിലബസിലുള്ള കുട്ടികൾക്ക് 35 മാർക്ക് കുറഞ്ഞു. ഇത് അനീതിയാണ്. എക്സ്പെർട്ട് കമ്മിറ്റിയുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടാണ് ശാസ്ത്രീയമായ ഫോർമുല സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. അതായത് കീം പരീക്ഷയിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്താലും 35 മാർക്ക് കുറവാകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനെ മറികടക്കുക എന്നുള്ളത്
അതിനുള്ള വേരിയസ് ആയിട്ട് പല ഫോർമുലകളും നമ്മൾ ആലോചിച്ചു. എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ച കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ശാസ്ത്രീയം എന്ന് പറയാവുന്ന ഒരു ഫോർമുലയെ അവലംബിച്ചത്. സർക്കാരിന് നിബന്ധനകളിൽ മാറ്റം വരുത്താമെന്ന് പ്രോസ്പെക്ട്സിലെ നിബന്ധനകളുണ്ടായിരുന്നു. സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിലൂടെ ഒരു കുട്ടിക്കും നഷ്ടമുണ്ടാകരുതെന്ന് കരുതി ചെയ്ത കാര്യമാണ്. ഇനിയും അഡ്മിഷൻ വൈകാൻ പാടില്ലെന്ന് കരുതിയാണ് ഇന്നലെ തന്നെ ലിസ്റ്റ് പുറത്തുവിട്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. 2011 മുതൽ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ലിസ്റ്റ് പുറത്തുവിടുകയാണ് ഉണ്ടായത്. അതേസമയം വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായില്ല. മാധ്യമങ്ങൾ കോടതിയാകേണ്ടെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. നേരത്തെ മാറ്റാമായിരുന്നില്ലേ എന്നാണ് കോടതി ചോദിച്ചത്. കോടതി അതൊന്നും ചോദിച്ചിട്ടില്ല. വലിയ കോടതിയാവണ്ട. അമൃത ന്യൂസ്, കൊച്ചി. കീം പരീക്ഷയിൽ ഒടുവിൽ പഴയ ഫോർമുലയിൽ പ്രവേശന നടപടികൾ സർക്കാർ ആരംഭിച്ചു. ഈ മാസം 16 വരെ അപേക്ഷ നൽകാമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. ആദ്യ അലോട്ട്മെന്റ് പട്ടിക 18-ന് പ്രസിദ്ധീകരിക്കും. റാങ്ക് പട്ടിക പുനഃക്രമീകരിച്ചതിൽ പരാതികൾ വ്യാപകമാകുമ്പോഴും കോടതി വിധിക്കനുസരിച്ച് മുന്നോട്ടു പോകുമെന്നാണ് സർക്കാർ വാദിക്കുന്നത്. പരാതിയുള്ള കുട്ടികൾക്ക് കോടതിയെ സമീപിക്കാമെന്ന ന്യായവും സർക്കാർ നിരത്തുകയാണ്. കീം പരീക്ഷയിൽ അടുത്ത തവണ ഉചിതമായ തിരുത്തൽ നടത്താൻ സർക്കാരിന് CPM നിർദ്ദേശം നൽകിയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരള സിലബസുകാർ കീം പരീക്ഷ റാങ്ക് പട്ടികയിൽ പിന്തള്ളപ്പെടുന്നത് ഒഴിവാക്കണമെന്നും ഇത്തവണത്തേത് അനുഭവ പാഠമാകണമെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമം യഥാർത്ഥത്തിൽ പ്രായോഗികമായില്ല. അപ്പോൾ നമുക്ക് അത് മുൻകൂട്ടി, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി മുൻകൂട്ടി ആലോചിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്ക് നമുക്ക് കേരളത്തിലെ കുട്ടികളുടെ കേരള സിലബസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കുട്ടികളുടെ താല്പര്യത്തിന് കൂടി ഉതകുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കീമിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയതിൽ സർക്കാരാണ് ഉത്തരവാദിയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വിദ്യാർത്ഥികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ഉന്നത വിദ്യാഭ്യാസ മേഖല നാഥനില്ലാത്ത അവസ്ഥയിലാണെന്നും ഗവർണർ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് ആരോപിച്ചു. കിട്ടിയവരും മറ്റവരും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഒക്കെ വെച്ച് താമസിപ്പിച്ച് പ്രോബ്ലം ആക്കി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതൊക്കെ എത്രയോ കാലമായിട്ടുള്ള, ഇതൊക്കെ ക്വിക്കായിട്ട് തീരുമാനമെടുക്കേണ്ട വിഷയമല്ല. അക്കാഡമിക് ഇയറും കോഴ്സും അങ്ങനെ ഒരു സമയബന്ധിതമായി നടക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസ രംഗം അല്ലെങ്കിൽ തന്നെ എന്താണ് കാണുന്നത് നമ്മൾ? കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് പഠിക്കുന്ന കുട്ടികൾ ഇവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. കെടുകാര്യസ്ഥതയുടെ കൂത്തരങ്ങാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പെന്ന് KSU. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഒരു മന്ത്രിയുണ്ടോ എന്ന് പോലും സംശയമാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. കീം പ്രതിസന്ധി വിദ്യാർത്ഥികളെ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടു. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും SFI നിലപാട് പറയുന്നില്ലെന്നും KSU കുറ്റപ്പെടുത്തി. കേരളത്തിലെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന നീറുന്ന പ്രശ്നമായി കീമിന്റെ പരീക്ഷാ ഫലവും അതിനെ തുടർന്ന് ശേഷമുണ്ടായ കോടതി വിധിയും എല്ലാം മാറുകയാണ്. ഇവിടെ പരീക്ഷ റിസൾട്ട് വരുമ്പോൾ രാവിലെ 1ാം റാങ്കുകാരനായ വിദ്യാർത്ഥി വൈകുന്നേരമാകുമ്പോൾ ചിത്രത്തിലും പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇത് വിദ്യാർത്ഥികളെ കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് ആക്കുകയാണ്. ഇതാണോ കേരളത്തിലെ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്പർ 1 വിദ്യാഭ്യാസ കേരളം അല്ലെങ്കിൽ വികസിത കേരളം എന്നത് നമ്മൾ ഒരു ചോദ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. കേരള സർവകലാശാലയിൽ ഫയൽ നീക്കം സ്തംഭിപ്പിച്ച് VC രജിസ്ട്രാർ പോര്. വിദ്യാർത്ഥികളുടെ പ്രവേശനവും സർട്ടിഫിക്കറ്റ് വിതരണവും അഫിലിയേഷനും ഉൾപ്പെടെ അനിശ്ചിതാവസ്ഥയിൽ 2 രജിസ്ട്രാർമാർ അധികാരം ഉപയോഗിക്കുമ്പോൾ സർവകലാശാലയിലെ ഭരണം നിശ്ചലമാകുകയാണ്. VCയും ഗവർണറും ഒരു ഭാഗത്തും രജിസ്ട്രാറും സിൻഡിക്കേറ്റും സർക്കാരും മറുഭാഗത്തും നിലയുറപ്പിച്ചതോടെയാണ് കേരള സർവകലാശാലയിൽ ദിവസങ്ങളായി തുടരുന്ന പോര് ഭരണസ്തംഭനത്തിലേക്ക് കടന്നത്. 2 രജിസ്ട്രാർമാർ അധികാരം ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഫയൽ നീക്കം പൂർണ്ണമായും തകിടം മറിഞ്ഞിരിക്കുന്നു. KS സനൽകുമാർ സിൻഡിക്കേറ്റിന്റെ പിൻബലമുള്ളതിനാൽ രജിസ്ട്രാറുടെ കസേരയിൽ തുടരുകയും ഈ ഫയലുകൾ ഒപ്പിട്ട് നൽകുകയും ചെയ്തു. എന്നാൽ സസ്പെൻഷനിലായ രജിസ്ട്രാർക്ക് ഫയൽ ഒപ്പിടാൻ അധികാരമില്ല എന്ന് കാട്ടി VC മോഹനൻ കുന്നുമ്മൽ തിരിച്ചയച്ചു. അതേസമയം രജിസ്ട്രാറായി നിയമിച്ച മിനി കാപ്പൻ നിരവധി ഫയലുകൾ ഒപ്പിട്ടയക്കുകയും VC അത് തുടർ നടപടികൾക്കായി അനുമതി നൽകുകയും ചെയ്തു.
പക്ഷേ ആർക്കാണ് രജിസ്ട്രാറുടെ അധികാരമെന്ന കാര്യത്തിൽ ഹൈക്കോടതിയും വ്യക്തമായ തീരുമാനത്തിലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഉന്നതരുടെ അധികാര തർക്കത്തിൽ തുലാസിലാകുന്നത്. കുട്ടികളുടെ പ്രവേശനവും അഫിലിയേഷനും സർട്ടിഫിക്കറ്റ് ഒപ്പിടലും അനിശ്ചിതാവസ്ഥയിലായിരിക്കുന്നു. ഇതിനിടെ സർവകലാശാലയിലെത്തിയ രജിസ്ട്രാർ KS അനിൽകുമാറിനെ തടയാൻ കഴിയാത്തതിൽ സുരക്ഷാ ഓഫീസർ VCക്ക് വിശദീകരണം നൽകി. വിലക്ക് ലംഘിച്ച് രജിസ്ട്രാർ സർവകലാശാലയിലേക്ക് പ്രവേശിച്ചുവെന്നാണ് വിശദീകരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യമേഖല തകർന്നതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും തകരുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജ്ഭവനും സർക്കാരിനും തമ്മിലുള്ള പ്രശ്നം എന്തിനാണ് സർവകലാശാലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ആരോഗ്യരംഗത്തെ വീഴ്ചകൾക്കെതിരായ സമരങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനാണ് SFIയെ ഉപയോഗിച്ച് സർവകലാശാലകളിൽ സമരം നടത്തുന്നത്. VD സവർക്കർ എന്ന പ്രയോഗം ചേരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും VD സതീശൻ പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെയാണ് ഇവർ തകർത്തിരിക്കുന്നത്. അത് ചോദിച്ചപ്പോഴാണ് എന്തിനാണ് SFI യൂണിവേഴ്സിറ്റികളിലേക്ക് ഈ സമരാഭാസം നടത്തുന്നത്? നിങ്ങൾ രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരെയാണെങ്കിൽ രാജ്ഭവനിൽ പോയി സമരം നടത്ത്. യൂണിവേഴ്സിറ്റിയിൽ ജോലിയെടുക്കുന്ന അധ്യാപകരെ എന്തിനാണ് നിങ്ങൾ തല്ലിയത്? ക്രിമിനലുകൾ എന്തിനാണ് അവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്ന പിള്ളേരെ തല്ലിയത്? എന്തിനാണ്? ഗവർണർക്കെതിരായിട്ടുള്ള സമരമാണെങ്കിൽ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും മർദ്ദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവ എന്ത് സമരമാണ്? ആരോഗ്യരംഗത്ത് നടക്കുന്ന സമരത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് SFIക്കാരെ കൊണ്ട് ചുടിചോറ് മാന്തിക്കുകയാണ് CPM നേതൃത്വം. സർവകലാശാലകളിൽ സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വൈസ് ചാൻസലർമാരെ കൂടി ഈ നീക്കത്തിനായി കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. VCമാർ സർവകലാശാലകളുടെ സ്വയംഭരണ അവകാശം ഇല്ലാതാക്കി സർവ്വാധികാരികളെ പോലെ പെരുമാറുന്നുവെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സർവകലാശാല മതനിരപേക്ഷതയുടെ പാരമ്പര്യമാണ് ഉയർത്തിപ്പിടിച്ച് മുന്നേറുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വൈസ് ചാൻസലർമാരെ കൂടി ഉപയോഗപ്പെടുത്തി കേന്ദ്ര സർക്കാർ നീങ്ങുന്നത്. ഇവർ നിശ്ചയിക്കുന്ന വൈസ് ചാൻസലർമാർ തന്നെ സംഘപരിവാർ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന പ്രമുഖ വ്യക്തികളായിട്ട് മാറുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ സാധാരണ നിലയിൽ ആരും കാണാത്ത പുതിയ പ്രവണതയാണ്. കീം പരീക്ഷാ വിവാദത്തിൽ എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ പ്രതിഷേധ മാർച്ച് നടത്തി KSU. എൻട്രൻസ് കമ്മീഷണറെ കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു KSU ഭാരവാഹികളുടെ പ്രതിഷേധം. പ്രവർത്തകരും പോലീസും തമ്മിൽ ബലപ്രയോഗവും ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വരും ദിവസങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും മന്ത്രിയെ വഴിയിൽ തടയുമെന്നും KSU പ്രവർത്തകർ പറഞ്ഞു. BJP സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, അനൂപ് ആന്റണി, S സുരേഷ് എന്നിവരാണ് 4 ജനറൽ സെക്രട്ടറിമാർ. 10 വൈസ് പ്രസിഡന്റുമാരെയും തീരുമാനിച്ചു. V മുരളീധരൻ പക്ഷത്തെ തഴഞ്ഞുകൊണ്ടാണ് പുതിയ ടീം പ്രഖ്യാപനം. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ പുനഃസംഘടനയാണിത്. സംസ്ഥാന നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണത്തിലടക്കം മേധാവിത്വം ഉണ്ടായിരുന്ന V മുരളീധരൻ, K സുരേന്ദ്രൻ വിഭാഗത്തിന് പുതിയ പട്ടിക കനത്ത തിരിച്ചടിയാണ്. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാധാന്യം പട്ടികയിൽ നൽകിയിട്ടുണ്ട്. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർക്ക് ജനറൽ സെക്രട്ടറിമാരുടെ പദവി നൽകിയപ്പോൾ R ശ്രീലേഖ EPS, ഷോൺ ജോർജ് എന്നിവരുൾപ്പെടെ 10 പേർക്ക് വൈസ് പ്രസിഡന്റുമാരുടെ ചുമതല നൽകി. തൃശൂരിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ V മുരളീധരനെയും K സുരേന്ദ്രനെയും ക്ഷണിക്കാത്തതും പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിൽ മുരളീധരൻ പക്ഷത്തിന് വേണ്ട പരിഗണന നൽകാതെ പുതിയ ഭാരവാഹി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. ജനറൽ സെക്രട്ടറിമാരായ S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസ്തരായാണ് കണക്കാക്കപ്പെടുന്നത്. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവർ കൃഷ്ണദാസ് പക്ഷത്തുള്ളവരുമാണ്. E കൃഷ്ണദാസിനാണ് ട്രഷററുടെ ചുമതല. 2026 തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് BJPയുടെ പുതിയ ചുവടുമാറ്റം. ന്യൂസ് ഡെസ്ക്, അമൃത TV. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം കേരളത്തിലെത്തും. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനാണ് സന്ദർശനം നടത്തുക. നാളെ രാവിലെ 11 മണിക്കാണ് ഓഫീസ് ഉദ്ഘാടനം. ഓഫീസിലെത്തി പതാക ഉയർത്തുന്ന അമിത്ഷാ ചെമ്പകത്തൈ നടും. മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ വെങ്കല പ്രതിമയും ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്യും.
ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ വിമർശനം ശക്തമാകുമ്പോൾ അച്ചടക്ക നടപടി വേണ്ടെന്ന നിലപാടിൽ ഹൈക്കമാൻഡ് അടിയന്തരാവസ്ഥ സംബന്ധിച്ച ലേഖനത്തെ അവഗണിക്കും. എന്നാൽ മോദി സ്തുതി തരൂർ തുടരുകയാണ്. നെഹ്റു കുടുംബത്തിനെതിരായ തരൂരിന്റെ ലേഖനം പരമാവധി പ്രചരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് BJP. തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ദേശീയ തലത്തിലും കേരളത്തിലും ശക്തമാണ്. തരൂരിനോട് വിശദീകരണം തേടണമെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചോദ്യം ചെയ്യണമെന്നും ആവശ്യമുയർന്നിരുന്നു. കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ എന്നതായിരുന്നു സംസ്ഥാന നേതാക്കളുടെ നിലപാട്. ശശി തരൂരിനെതിരെ വിമർശനവുമായി K. മുരളീധരൻ ഇന്നും രംഗത്തെത്തി. തരൂർ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അദ്ദേഹം ഒന്നുകിൽ കോൺഗ്രസിന് വിധേയനാവുക, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതല്ല, ഇതിനോടൊന്നും സഹകരിക്കാൻ വയ്യെങ്കിൽ ജനങ്ങൾ ഏൽപ്പിച്ച ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇഷ്ടമുള്ള തീരുമാനം അദ്ദേഹത്തിനെടുക്കാം. പക്ഷേ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് നേടിയാണ് തരൂർ വിജയിച്ചത്. ഇതുവരെയുള്ള നിലപാടുകൾ തിരുത്തണമെന്നും മുരളീധരൻ പറഞ്ഞു. നേതാക്കൾ വിമർശനങ്ങൾ തുടരുമ്പോഴും തരൂരിന്റെ മോദി സ്തുതികളെയും അടിയന്തരാവസ്ഥ സംബന്ധിച്ച ലേഖനത്തെയും കോൺഗ്രസ് നേതൃത്വം അവഗണിക്കുകയാണ്. തരൂരിനെതിരെ അച്ചടക്ക നടപടി വേണ്ടെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തരുതെന്നും നിർദ്ദേശമുണ്ട്. അതിനിടെ തരൂരിന്റെ മോദി പ്രശംസ തുടരുകയാണ്. ശക്തമായ ദേശീയതയാണ് BJP ഭരണത്തിൽ പ്രതിഫലിക്കുന്നതെന്നും കേന്ദ്രീകൃത ഭരണത്തിൽ BJP വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്നും ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നും തരൂർ പറയുന്നു. ലണ്ടനിലെ ഗ്ലോബൽ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് തരൂർ ഈ പരാമർശം നടത്തിയത്. എന്നാൽ തരൂരിന്റെ മോദി സ്തുതികളെയും അടിയന്തരാവസ്ഥ ലേഖനത്തെയും വലിയ രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് BJP. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശശി തരൂരിന്റെ നടപടികൾ AICC ശ്രദ്ധിക്കുന്നുണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA. തരൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ AICC കൈക്കൊള്ളുമെന്നും തരൂരിന്റെ എക്സ് പോസ്റ്റിന്റെ വസ്തുത പരിശോധിക്കേണ്ടതുണ്ടെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. അതേസമയം PV അൻവറുമായി സഹകരണം സംബന്ധിച്ച് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്നും അൻവർ ഇല്ലാതെ തന്നെ മലപ്പുറത്തടക്കം പാർട്ടി ശക്തമാണെന്നും KPCC അധ്യക്ഷൻ കോട്ടയത്ത് പറഞ്ഞു. മാധ്യമങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങളാരും ആരെയും മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ സംഘടനയെ ശാക്തീകരിക്കാനാണ്. ഉചിതമായിട്ടുള്ള തീരുമാനം തക്ക സമയത്തുണ്ടാകും. അന്നേരം ഔദ്യോഗികമായിട്ട് അറിയിക്കും. അല്ലാതെ വരുന്ന വാർത്തകൾക്കൊന്നും അടിസ്ഥാനമില്ല. വിതൗട്ട് ഒതന്റിക്കേഷൻ ഇല്ലാതെ, അതോറിറ്റി ഇല്ലാത്ത വാർത്തകൾ കൊടുക്കാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കും. ആരെങ്കിലും കോട്ട് ചെയ്യാൻ ഇപ്പൊ പറഞ്ഞോ, സണ്ണി ജോസഫ് പറഞ്ഞോ, വിഷ്ണുനാഥ് പറഞ്ഞോ, വാഴക്കൻ പറഞ്ഞോ, ആരും പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയ സമയത്ത് ഇനി ടോപ്പ് 10 സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ്. കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ ബ്ലോക്കുകളിലേക്ക് സ്റ്റാഫ് നഴ്സുമാരെ ഏജൻസി മുഖാന്തരം നിയമിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 2026 ജനുവരി 31 വരെ കാലാവധിയുള്ള PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ സംസ്ഥാന സർക്കാർ പുറം കരാർ നിയമത്തിന് ഉത്തരവിറക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ അനുഭാവ സംഘടനയായ KGNA രംഗത്തെത്തിയത്. പുതിയ PMSSY ബ്ലോക്ക് കേന്ദ്ര സർക്കാരാണ് നിർമ്മിച്ചതെങ്കിലും കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലേക്ക് നിയമനം നടത്താൻ ഉത്തരവിറക്കിയത് സംസ്ഥാന സർക്കാരാണ്. പുറം കരാർ നിയമനത്തിനെതിരെ നേരത്തെ കോൺഗ്രസ് ആണ് രംഗത്ത് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷ അനുഭാവമുള്ള KGNA ഉൾപ്പെടെയുള്ള സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. സംഘടന ഇത് കൃത്യമായി ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ട്, നിവേദനം നൽകിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സംഘടന ഇപ്പോഴും തിരിച്ചറിയുന്നത് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ രാഷ്ട്രീയ നിയമനത്തിനുള്ള ശ്രമം നടക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയ വിഷയത്തിലാണ് ഇടതുപക്ഷ അനുഭാവ സംഘടനയായ KGNA പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. ഇടതു സർക്കാരിനെ പരസ്യമായി കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ നടപടിയുണ്ടായിട്ടില്ലെന്ന് KGNA നേതാക്കൾ പറയുന്നു. KGNA മാർച്ച് ഉദ്ഘാടനം ചെയ്തതാവട്ടെ CITU സംസ്ഥാന കമ്മിറ്റി അംഗം M. ഗിരീഷും. നവോദാരവൽക്കരണ നയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവണതയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അത് തീരെ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചില്ല. ഈ സർക്കാർ ഏറ്റവും കൃത്യമായി ആരോഗ്യ മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തി സംരക്ഷിക്കണം എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ, ഈ നയങ്ങളെല്ലാം തലയിൽ പേറിയിട്ടുള്ളവർ, ആ നയം നടപ്പിലാക്കാനുള്ള ശ്രമം ഇതിൻ്റെ ഇടയിലൂടെ ഒളിച്ചു കടത്തുകയാണ്. കെട്ടിടം കേന്ദ്രത്തിൻ്റെതാണെങ്കിലും പുറം കരാറിന് ഉത്തരവിറക്കിയ സംസ്ഥാന സർക്കാർ ഈ വിഷയം എങ്ങനെ നേരിടുമെന്നാണ് ഇനി അറിയാനുള്ളത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.
സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സ്റ്റാഫ് നഴ്സുമാരെ നിയമിക്കാൻ PSC തയ്യാറാക്കി 1830 പേരുടെ മെയിൻ ലിസ്റ്റും 1757 പേരുടെ സപ്ലിമെന്ററി ലിസ്റ്റും നിലനിൽക്കുന്നുണ്ട്. 2026 ജനുവരി 31 വരെ കാലാവധിയിലുള്ള ഈ റാങ്ക് ലിസ്റ്റ് അവഗണിച്ച് നിയമനം നടത്തുമ്പോൾ തങ്ങളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത് എന്നാണ് റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത്. പ്രതികരണം നോക്കാം. മെഡിക്കൽ കോളേജിലോട്ട് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിൽ യോഗ്യത നേടിയ റാങ്ക് ഹോൾഡേഴ്സാണ്. ഞങ്ങളിവരെ പിന്തുണച്ചുകൊണ്ടാണ് വന്നത്. കാരണം ഈ ഔട്ട്സോഴ്സ് നഷ്ടം സംഭവിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സാണ്. ഞങ്ങളേറെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നൊരു പോസ്റ്റ് ക്രിയേഷൻ ആയിരുന്നു ഇത്. തീർച്ചയായിട്ടും അത് PSCക്ക് തന്നെ കിട്ടുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ അവർ ഔട്ട്സോഴ്സ് ചെയ്തപ്പം ഞങ്ങളാണ് ഏറെ നിരാശയിലായിരിക്കുന്നത്. അപ്പം ഇത് പിൻവലിച്ചുകൊണ്ട് ഈ ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള തീരുമാനം ഗവൺമെൻറ് പിൻവലിച്ചുകൊണ്ട് ആ പോസ്റ്റ് PSCക്ക് വിട്ടുകൊടുത്തോണ്ട് ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിനെ അതിൽ പരിഗണിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. 1-2 വർഷം അല്ലെങ്കിൽ 3 വർഷം വരെ അത്രയും കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചിട്ടാണ് ഒരു 2000 ലിസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ വരുന്നത്. കാരണം ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അപ്പോൾ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചിട്ടാണ് ഈ ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ അത് ഒരു പുറം ഏജൻസിക്ക് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സർക്കാരിനോട് ഈ ഏജൻസിക്ക് കൊടുക്കുന്ന ഉത്തരവ് പിൻവലിച്ചിട്ട് അത് ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിന് തന്നെ നിയമിക്കണം, PSCക്ക് തന്നെ തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്നും MM രാകേഷ് നൽകും. രാകേഷ്, കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ ഈ PMSSY കെട്ടിടം കേന്ദ്രം നിർമ്മിച്ചതാണെങ്കിലും നഴ്സുമാരുടെ നിയമനത്തിന് ഉത്തരവിറക്കിയത് സംസ്ഥാന സർക്കാരാണല്ലോ. ഇടതു സംഘടനയായ KGNA തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയാണല്ലോ രംഗത്ത് വരുന്നത്. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒപ്പം ഇതിലെന്തെങ്കിലും നടപടി ഉണ്ടാകുമോ രാകേഷ്? ഇടത് സംഘടനയായിട്ടുള്ള കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ ഇടത് സർക്കാരിനെതിരെ തന്നെയാണ് സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇടത് സർക്കാരിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ ഈ സംഘടന തയ്യാറാവുന്നുമില്ല. ഇതിന് ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് 110ഓളം സ്റ്റാഫ് നഴ്സുമാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നിർമ്മിച്ചിട്ടുള്ള PMSSY ബ്ലോക്കുകളിലേക്കാണ്, ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലേക്ക്. അതേസമയം തന്നെ 1800ഓളം വരുന്ന റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി കാത്തിരിക്കുന്നുണ്ട് PSC. ഇപ്പുറത്ത് 1700ഓളം വരുന്ന സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റുമുണ്ട്. ഇത്തരത്തിലുള്ള റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെയാണ് പുറത്തു നിന്നുള്ള ഏജൻസിയിൽ നിന്നും ഇത്തരത്തിൽ നഴ്സുമാരെ നിയമിക്കാനുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. നവ ഉദാരവൽക്കരണം, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം എന്നൊക്കെ ഈ കെട്ടിടം ഉണ്ടാക്കിയത് കേന്ദ്ര സർക്കാരാണ് എന്ന് പറയുന്ന സമയത്ത് അതൊക്കെ പറയുന്നുണ്ടെങ്കിലും CITUവിനെ സംബന്ധിച്ച് ഒരു തൊഴിലാളി സംഘടന എന്നുള്ള രൂപത്തിൽ KGNAയെ പിന്തുണയ്ക്കാതിരിക്കാൻ ആവുന്നുമില്ല. ഇതിൽ സംസ്ഥാന സർക്കാരിന് പ്രത്യേകമായി എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് KGNAയും CITUവും ഒക്കെ തന്നെ ഉറ്റുനോക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് ഏജൻസി മുഖാന്തരം നിയമനം നടത്തണമെന്നുള്ളതാണ്. ഇതിന് KGNA ഉൾപ്പെടെ ഒരു വാദമായി പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരുകളോട് പറഞ്ഞിരിക്കുന്നത് ഏജൻസികൾ മുഖാന്തരം നിയമനം നടത്തണം എന്നുള്ളതാണ്. ഇതിൽ എന്ത് നിലപാടായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. കർഷകർക്ക് സൗരോർജ്ജ പമ്പ് നൽകാനുള്ള PM കുസും പദ്ധതിയിൽ അനർട്ട് CEO വിളിച്ച ടെൻഡറിൽ അടിമുടി ക്രമക്കേടെന്ന ആരോപണം. 100 കോടിയുടെ ക്രമക്കേട് നടന്നതായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അഴിമതിയിൽ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിക്ക് പങ്കുണ്ടെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കർഷകർക്ക് സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള PM കുസും പദ്ധതിയിലാണ് അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സൗരോർജ്ജ പമ്പുകൾ സ്ഥാപിക്കാനായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ബെഞ്ച് മാർക്ക് റേറ്റിന്റെ ഇരട്ടിയിലേറെ റേറ്റിന് കേരളത്തിൽ ടെൻഡർ നൽകിയെന്നാണ് ആരോപണം. 60% മുതൽ 147% വരെ റേറ്റ് വർധനയാണ് ഉണ്ടായത്. 5 കോടി രൂപ വരെ ടെൻഡർ വിളിക്കാൻ അനുമതിയുള്ള അനർട്ട് CEO 240 കോടി രൂപയുടെ ടെൻഡർ വിളിച്ചത് മുതൽ ക്രമക്കേടുകൾ ആരംഭിക്കുന്നു. ഇത് വൈദ്യുത മന്ത്രിയുടെ മൗനാനുവാദത്തോടെ നടന്ന ക്രമക്കേടാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കേരളത്തിലെ എല്ലാ കർഷകർക്കും സൗരോർജ്ജ പമ്പുകൾ വെക്കാനുള്ള ഈ പദ്ധതിയാണ് വിഭാവനം ചെയ്തത്. ദൗർഭാഗ്യവശാൽ അത് അനർട്ട് അഴിമതിക്കും കൊള്ളയ്ക്കും വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈദ്യുതി മന്ത്രിയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈദ്യുതി മന്ത്രിയും അനർട്ടിൻ്റെ CEOയും ചേർന്ന് 240 കോടി രൂപയിൽ 100 കോടി രൂപയുടെ അഴിമതിക്കാണ് ഇവിടെ കളമൊരുക്കിയത്.
കർഷകർക്ക് 2 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾ, പമ്പുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി സൗജന്യമായി വെച്ച് നൽകാനുള്ള പദ്ധതിയാണ് PM കുസും പദ്ധതി. പദ്ധതിയിൽ ക്രമക്കേടുകളെന്ന ആരോപണമുയർന്നതോടെ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വൈദ്യുത മന്ത്രി K. കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടി സുപ്രീം കോടതിയിൽ ഹർജി. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയത്. നിമിഷപ്രിയയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ 2017 കൊല്ലപ്പെടുന്നത്. കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും 2018 വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടിയാണ് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയത്. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയത്. വിദേശകാര്യ മന്ത്രാലയത്തെ എതിർകക്ഷിയാക്കി അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചത്. വധശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നും ഇതിന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് പ്രധാന ആവശ്യം. ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയുടെ വിവരങ്ങൾ അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണിക്ക് കൈമാറിയിട്ടുണ്ട്. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ ഈ മാസം 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഹർജി. എന്നാൽ $10 ലക്ഷം ദിയാദനം കുടുംബത്തിന് നൽകാമെന്നാണ് യമൻ പൗരന്റെ കുടുംബത്തെ നേരത്തെ അറിയിച്ചിരുന്നത്. ഇത്തരമൊരു വാഗ്ദാനം നേരത്തെയും കുടുംബത്തിന് നൽകിയിരുന്നു. പക്ഷേ കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മെഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനോട് വിയോജിപ്പുണ്ടെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് 1 കോടി നൽകുമെന്ന് ബോബി ചെമ്മണ്ണൂർ സുഹൃത്തായ വ്യവസായി അബ്ദുറൌഫുമായി ചേർന്ന് നിമിഷയെ മോചിപ്പിക്കാൻ ശ്രമം തുടരുമെന്നും ഗ്രാമത്തലവനുമായ റൌഫിന്റെ യമനിലെ സുഹൃത്ത് ആശയവിനിമയം നടത്തിയതായും ബോബി ചെമ്മണ്ണൂർ കോഴിക്കോട് പറഞ്ഞു. കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യക്കെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 1ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 387 റൺസിന് പുറത്ത്. ജോ റൂട്ടിന് സെഞ്ചുറി, ബുംറയ്ക്ക് 5 വിക്കറ്റ്. ഇതോടെ വിദേശത്ത് ഏറ്റവും കൂടുതൽ തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബൗളർ എന്ന നേട്ടമാണ് ബുംറ സ്വന്തമാക്കിയത്. 13ാം തവണയാണ് താരം വിദേശത്ത് 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്നത്. 35 ടെസ്റ്റുകളിൽ നിന്നുമാണ് ഈ നേട്ടം. 12 തവണ ഈ നേട്ടം സ്വന്തമാക്കിയ കപിൽ ദേവിനെ ഇതോടെ ബുംറ പിന്നിലാക്കി. അതേസമയം മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 102 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് അനിശ്ചിതകാലത്തേക്ക് മാറ്റി. സംരക്ഷണാവകാശവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ചരിത്രത്തിലാദ്യമായി ISL മുടങ്ങിയിരിക്കുന്നത്. ദേശീയ ഫെഡറേഷൻ FSDRലുമായുള്ള കരാർ ഡിസംബറിൽ അവസാനിക്കാനിരിക്കുകയാണ്. പക്ഷേ ഇത് പുതുക്കാനുള്ള നീക്കങ്ങളൊന്നും AIFFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് ടൂർണമെന്റിന്റെ നടത്തിപ്പുകാരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ISL മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. അവർ ഇക്കാര്യം AIFFനെയും ക്ലബ്ബുകളെയും രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. സ്കൂൾ സമയമാറ്റത്തിൽ ജനാധിപത്യ വിരുദ്ധമായ നിലപാടെടുത്തത് സർക്കാരാണെന്ന മുസ്ലിം ലീഗ്. ചർച്ചയില്ലാതെ ഏകപക്ഷീയമായ നിലപാടാണ് എടുത്തത്. സംസ്ഥയുടെ സമരം ന്യായമാണെന്നും സർക്കാർ സാമുദായിക സംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും മലപ്പുറത്ത് ആവശ്യപ്പെട്ടു. സമയമാറ്റം ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കോടതി വിധിയുണ്ട് എങ്കിൽ അത് വെച്ച് മതവിദ്യാഭ്യാസം കൊണ്ട് നടക്കുന്ന അതിന് സമയം കണ്ടെത്തിയ ഒരു സ്റ്റേറ്റിൽ അതിലൊരു സമയമാറ്റം എന്നുള്ളത് അതും അരമണിക്കൂർ കൂടി കൂടുതൽ സമയം കിട്ടണം എന്നുള്ളത് അവരോട് ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. സ്കൂൾ സമയ വിവാദത്തിൽ സമയം മാറ്റണമെന്നാവശ്യപ്പെടുന്നവർ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയം ക്രമീകരിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ പ്രത്യേക സമൂഹത്തിന്റെ പേര് പറഞ്ഞ് ഗവൺമെന്റിനെ വിരട്ടരുതെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 37 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ ഇപ്പോൾ അടുത്തുള്ള കണക്കുകൾ വന്നിട്ടുണ്ട്. ആ 37 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗജന്യം കൊടുക്കുന്നതിന് വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഈ സമയം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരെന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ, ആവശ്യത്തിന് വേണ്ടി സമയം അവരത് ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്.
അതല്ലാതെ പിന്നെ ഒരു പ്രത്യേകം സമൂഹത്തിന് പേര് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിനെ വിരട്ടുന്നതിനൊന്നും അതൊന്നും ശരിയായിട്ട് ന്യായമില്ല.